മാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഒളിക്യാമറ വിവാദം പുകയുകയാണ്. താൽക്കാലിക ജീവനക്കാരൻ ഒളിക്യാമറ സ്ഥാപിച്ചതായാണ് ആരോപണം. ഒളിക്യാമറ സ്ഥാപിച്ച ജീവനക്കാരനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് CPM രംഗത്തെത്തി. മാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഒളിക്യാമറ സ്ഥാപിച്ച വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനും മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനുമായ ജീവനക്കാരനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് CPM വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. ഇയാളെ മാറ്റി നിർത്താത്ത പക്ഷം ശക്തമായ ബഹുജന പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് CPM കുന്നമംഗലം ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് പുതുക്കുടി പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിലെ സെർവർ മുറിയിലാണ് ഇയാൾ ഒളിക്യാമറ സ്ഥാപിച്ചത്. ഇതിലെ ദൃശ്യങ്ങൾ തൻ്റെ മൊബൈൽ ഫോണിൽ കാണുന്ന വിധമാണ് ഫോണിൽ സെറ്റ് ചെയ്തിരുന്നത്. ഓഫീസിലെ വനിതാ ജീവനക്കാർ ഇത് കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ ഇയാൾ ഇത് നീക്കം ചെയ്യുകയായിരുന്നു. സംഭവം വിവാദമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെയാണ് ഇയാൾ ഒളിക്യാമറ സ്ഥാപിച്ചതെന്നും ഇയാൾ എവിടെയെല്ലാം ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സ്ത്രീ ജീവനക്കാരുടേതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്നും ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. കടുത്ത സൈബർ കുറ്റം ചെയ്ത ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കണം. ചെറുപ്പ അയ്യപ്പൻകാവിനടുത്തുള്ള വഴിയോര വിശ്രമ കേന്ദ്രമായ ടേക്ക് എ ബ്രേക്ക് ബിനാമിയായി നടത്തുന്നത് ഇയാളാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഴുവനായി നിർത്തുന്ന ഒരു സംവിധാനമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാരെ പ്രതിഷേധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ ക്യാമറയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പതിഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് നല്ല പരിശോധന നടത്തണം. അതിന് UDFന്റെ ഭരണസമിതിയാണ് അതിനെല്ലാം സംരക്ഷണം കൊടുക്കുന്നത്. ആ ഭരണസമിതി സംരക്ഷണം കൊടുക്കാതെ ഇയാൾ സർവറിനൊന്നും കൊണ്ടുനോക്കാൻ താല്പര്യപ്പെടുക. അങ്ങനെ ഗവൺമെൻറ് സംവിധാനത്തിൽ ഒരു സ്വകാര്യ വ്യക്തി കൊണ്ടുവന്ന് ഇങ്ങനെ ക്യാമറ വെക്കാൻ പറ്റുമോ? അങ്ങനെ വെക്കാൻ തുടങ്ങിയാൽ ആരെല്ലാം കൊണ്ടുവന്ന് ഏതെല്ലാം ക്യാമറ എവിടെല്ലാം വെക്കും? അപ്പോൾ അതുകൊണ്ട് ഇത് ക്രിമിനൽ ഒഫൻസ് കുറ്റം ആണ് എന്നുള്ളത് കൊണ്ട് ആ നിലയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇയാൾ അടിയന്തരമായ സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ട നിലപാട് സ്വീകരിക്കണം. സ്വീകരിക്കുന്നില്ലെങ്കിൽ ജനകീയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരും. പിന്നെ ഇയാൾക്ക് ചില ബിനാമി ഇടപാടുകൾ UDFന്റെ ഭരണസമിതി, നേരത്തെയുള്ള ഭരണസമിതിയും ഇപ്പോഴത്തെ ഭരണസമിതിയും ചെയ്തു കൊടുക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ അയ്യപ്പൻകാരൻ തൊട്ടപ്പുറത്തുള്ള ഇവിടെ പൊൻപാറക്കുന്നിൻ്റെ മുകളിൽ പോകുന്നതിൻ്റെ ഇടതുഭാഗത്താണ് അതുള്ളത്. അവിടെ ആ ടേക്ക് എ ബ്രേക്ക് അത് കൈകാര്യം ചെയ്യുന്നതും ബിനാമി ഏർപ്പാടായി ഈ ടെക്നിക്കൽ സ്റ്റാഫ്, ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ റാഷിദാണ് എന്നാണ് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുള്ളത്. ചില ലീഗ് നേതാക്കൾക്ക് ഇയാളുമായി അടുത്ത ബന്ധമുണ്ട്. കോൺഗ്രസുകാരെ നിരീക്ഷിക്കുന്നതിന് ലീഗുകാർ ഏർപ്പാടാക്കിയതാണ് ഇയാളെയെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നതെന്നും CPM ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ മാവൂർ ലോക്കൽ സെക്രട്ടറി P. സുനിൽകുമാർ, ചെറുപ്പ ലോക്കൽ സെക്രട്ടറി P. ശങ്കരനാരായണൻ, ലോക്കൽ കമ്മിറ്റി അംഗമായ EN പ്രേമനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ N. ഗിരീഷ് കുമാർ, ഉണ്ണിരാജൻ എന്നിവർ പങ്കെടുത്തു. ഒളിക്യാമറ സ്ഥാപിച്ചതിനെതിരെ പഞ്ചായത്ത് LDF അംഗങ്ങൾ മാവൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മാവൂർ.